പ്രിയ സഹോദരങ്ങളെ, പുതിയ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മനോഹരമായ ഒരാഴ്ച. ജൂലൈ മാസത്തിൻ്റെ ആദ്യ 15 ദിനങ്ങൾ നമ്മൾ പിന്നിടുകയാണ്. ഈ പുതിയ ആഴ്ചയുടെ പ്രാരംഭ ദിനത്തിൽ നമുക്ക് പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മോർണിംഗ് സെഷൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ നാം എടുത്തൊരു വാഗ്ദത്ത വാക്യമുണ്ട്. സ്തോത്രം. അത് ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളായിരുന്നു. ഇപ്രകാരമായിരുന്നു: അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ആമേൻ. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും. സ്തോത്രം. ഇതായിരുന്നു നമ്മളെടുത്ത മനോഹരമായ വാക്യം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിൽ പ്രാരംഭ ആഴ്ചകളിൽ തന്നെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവിടെയായിരുന്നു. വായിൽ വീണ്ടും ചിരിയും, സ്തോത്രം, അധരങ്ങളിൽ ഉല്ലാസഘോഷവും. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കർത്താവ് നൽകിയ മഹത്വമേറിയ സാക്ഷ്യങ്ങൾ, ഈ വാഗ്ദത്തം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് പ്രാപിക്കപ്പെട്ട ചിലരെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. സ്തോത്രം. ഈ വരുന്ന 15 ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടും ആ വായിൽ ചിരിയും അധരങ്ങളിൽ ഉല്ലാസഘോഷവും കൊണ്ട് നിറയുന്ന മനോഹരമായ ദിനങ്ങളായി മാറും. ആയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്തോത്രം ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് സ്തോത്രം മോർണിംഗ് സെഷനിൽ നമുക്ക് അത് സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകി. സ്തോത്രം. ഇന്ന് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ വാക്കുകളിലൂടെ സംസാരിച്ച് സ്തോത്രം പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇപ്രകാരമാണ് സ്തോത്രം പറയുന്നത്: നിന്റെ വായിൽ ചിരിയും, സ്തോത്രം, അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും, നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. ശരിക്കും ഈ വാക്ക് സ്തോത്രം, ഈ വായിൽ ചിരി വരുവാനുണ്ടാകുന്ന കാര്യം എന്താണ് എന്ന് സ്തോത്രം, നിന്നെ നിരാശപ്പെടുത്തിയ, നിന്നെ ദുഃഖപ്പെടുത്തിയ, നിന്നെ പ്രതിസന്ധിയിലാക്കിയ, നിന്നെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ട പൈശാചിക ശക്തികളുടെ പോരുകൾ ക്ഷയിക്കപ്പെടുകയും ക്രിസ്തുയേശുവിലൂടെ നിനക്ക് ജയം പ്രാപിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ യോബിൻ്റെ പുസ്തകത്തിൽ. തൻ്റെ ജീവിതയാത്രയിൽ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടിട്ട് വലിയ പ്രതിസന്ധികളിലേക്ക്, തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നു, സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു, വലിയ പ്രതിസന്ധികളിലേക്ക് അകപ്പെട്ടു പോയ തൻ്റെ ജീവിതത്തിലേക്ക് താൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴുണ്ടായിരുന്ന ആ ഒരു മഹാസന്തോഷവും സാക്ഷ്യകരമായ ജീവിതവും മടങ്ങി വരുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് ആ ഒരു പ്രത്യാശ തിരുവചനത്തിലൂടെ താൻ ഉറയ്ക്കപ്പെടുമ്പോൾ തന്നെ സ്തോത്രം, സ്തോത്രം, ഈ ഒരു സ്ഥിതികളിലേക്ക് താൻ താഴ്ത്തപ്പെടുവാൻ, തള്ളപ്പെടുവാൻ കാരണമായി തീർന്ന സാഹചര്യങ്ങളെപ്പറ്റി പറയുന്ന വാക്യമാണ് സ്തോത്രം. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. തൻ്റെ സ്നേഹിതർ പകച്ചു, തൻ്റെ ഉറ്റവർ പകച്ചു. സ്തോത്രം. തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്: ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പുരുഷൻ ഇങ്ങനെ വരണമോ? ഇങ്ങനെ വരണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ അവൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഭവിച്ചത് എന്നൊക്കെ യോബിനെ കുറ്റപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സ്തോത്രം, തിരുവചനത്തിൽ ആത്മാവ് തന്നെ ഓർപ്പിക്കുകയാണ്: നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. നമ്മൾ സാധാരണ രക്ഷിക്കപ്പെടുമ്പോൾ അങ്ങനെ ക്രിസ്തുവിനെയല്ലേ ധരിക്കുന്നത്, അല്ലേ? രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരാൾ ധരിക്കുന്ന ആരാ? ക്രിസ്തുവിനെയാണ് ധരിക്കുന്നത്. സ്നാനത്തോടുകൂടി നിങ്ങൾ അവനെ ധരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ വസ്ത്രമായി ക്രിസ്തുവിനെ നാം ധരിക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അകത്തായി, പിന്നെ നമ്മൾ ക്രിസ്തുവിനെയാണ് കാണുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ ദോഷം ചെയ്യുന്നവർ, പകയ്ക്കുന്നവരെ പറ്റി പറയുന്ന അവർ സ്തോത്രം, അവർ ധരിക്കുന്നത് എന്താണ്? ലജ്ജ ധരിക്കും, അപമാനം ധരിക്കും. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പിശാചിൻ്റെ പ്രവർത്തികൾ എന്ന് പറയാൻ അപമാനിക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക, സ്തോത്രം, വിടക്കാക്കി കളയുക, പിശാച് കരിവാരിത്തേക്ക്, പിശാചിൻ്റെ പ്രവർത്തികൾ അതാണ് സ്തോത്രം. എന്നാൽ അത് സംഭവിക്കും എന്ന് പറയാണ്. പകയ്ക്കുന്നവർക്ക് അത് സംഭവിക്കുമെന്ന് പറയുകയാണ്. ദോഷം ചെയ്യുന്നവർക്ക് അത് സംഭവിക്കുമെന്ന് പറയുകയാണ്. സ്തോത്രം. ദോഷം നിരൂപിക്കുന്നവർക്ക് അത് ചെയ്യുമെന്ന് പറയുകയാണ്. സ്തോത്രം. അവർ ലജ്ജ ധരിക്കുന്ന അനുഭവത്തിലേക്ക് വരും. എന്നിട്ട് പറയാണ് ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയായി പോകും എന്ന് പറയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോർജ് സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ ജോർജ് സഹോദരൻ കടന്നു വന്നിരുന്നു. അപ്പോൾ ജോർജ് സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. കൂടാരം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ദേവദാസ, നമ്മുടെ ഈ ഭൗമ കൂടാരത്തെ പറ്റി ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. വ്യക്തമായി പരിശുദ്ധാത്മാവ് അത് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. കൂടാരം എന്ന് പറയുമ്പോൾ കൈപ്പണിയായ കൂടാരത്തെ പറ്റിയല്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായ, ആലയമായ കൂടാരമാണ്. സ്തോത്രം. ആ കൂടാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. നമ്മൾ ദൈവാത്മാവില്ലാതെ ദുഷ്ടൻ ഇട കൊടുത്തു കഴിഞ്ഞാൽ ഇത് ദുഷ്ടൻ്റെ കൂടാരമായി മാറും. എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യുന്ന,
മറ്റുള്ളവരെ പകയ്ക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുന്ന, അനീതി ചെയ്യുന്ന, നീതികേട് ചെയ്യുന്ന സ്വതന്ത്രം പിശാചിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി തീരുമ്പോൾ ഇത് ദുഷ്ടൻ്റെ ആവാസ കേന്ദ്രമായി പോയി. നമ്മുടെ ശരീരമാകുന്ന ഈ കൂടാരം, ഈ മന്ദിരം, ദൈവം വസിക്കേണ്ട ഈ മന്ദിരം, ദൈവം വസിക്കേണ്ട ഈ ആലയമാകുന്ന ഈ മനുഷ്യ കൂടാരം, നമ്മുടെ മൺശരീരമാകുന്ന ഈ കൂടാരം പിശാചിൻ്റെ ആലയം. നമ്മുടെ ഹൃദയത്തിൽ അസൂയ, പക, വിദ്വേഷം, ഏഷണി, പരദൂഷണം, മറ്റുള്ളവർക്ക് ദ്രോഹം ചിന്തിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ പറ്റി എല്ലാ തിന്മയും കളവായി പറയുക, മറ്റുള്ളവരെ പീഡിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക, മാനസികമായി മറ്റുള്ളവരെ തകർത്ത് കളയുക, മറ്റുള്ളവരെ അപഹരിക്കുക, മറ്റുള്ളവന് ദോഷം ചെയ്യുക. ദൈവവചനത്തിന് വിരുദ്ധമായി കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തമ്മിൽ സ്നേഹിക്കാനാണ്, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാനാണ്, നിന്നെ പകയ്ക്കുന്നവരോട് നീ പൊറുക്കുവാനാണ് പറയുന്നത്, ദോഷം ചെയ്യുന്നവനെ സ്വതന്ത്രം നീ അനുഗ്രഹിക്കാനാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി ഉള്ള ചിന്ത, പ്രവണതകൾ, പ്രവർത്തികൾ നമ്മുടെ ഉള്ളങ്ങളിലുണ്ടെങ്കിൽ ഇത് പിന്നെ ആരാ? ദുഷ്ടൻ്റെ കൂടായി മാറുകയാണ്, ദുഷ്ടൻ്റെ കൂടാരമായി. അത് നമുക്ക് അപ്പനമ്മമാരോട് ദോഷം ചെയ്യുന്നതിന് മടിയില്ല, സഹോദരങ്ങളോട് ദോഷം ചെയ്യുന്നതിനില്ല, സുഹൃത്തുക്കളോട് ദോഷം ചെയ്യുന്നില്ല, സഭയിലെ സഹവിശ്വാസിയോട് ദോഷം ചെയ്യുന്നില്ല, പാസ്റ്ററോട് ദോഷം ചെയ്യുന്നതിൽ നമുക്ക് ലജ്ജ തോന്നത്തില്ല. അങ്ങനെ ദോഷം ചെയ്യുന്നതിന് ആരോടും എന്നില്ലാതെ സ്വതന്ത്രം എല്ലാവരോടും സ്വതന്ത്രം നീതികേട് പ്രവർത്തിക്കുന്നതിനും ദോഷം ചെയ്യുന്നതിനുമൊക്കെ ഒരുക്കമുള്ളൊരു മനസ്സായി തീരുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ പിശാച് കൂടുകൂട്ടി എന്നുള്ളതാണ്. സ്വതന്ത്രം പിശാച് കൂടുകൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ദുഷ്ടന്റെ മന്ദിരമെന്നാണ് അതിനെ പറയുന്നത്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്നാണ് നമ്മുടെ മന്ദിരങ്ങളെ പറ്റി പറയുന്നത്. ഇതിനകത്ത് ദൈവാത്മാവ് വസിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ആലയമായി മാറുക, പിശാച് കൂടുകൂട്ടി കഴിയുമ്പോൾ ഇത് ദുഷ്ടന്റെ ആലയമായി മാറുകയാണ്. ഇത് തിരുവചനം പറയാണ്, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയായി പോകും എന്ന് പറഞ്ഞാൽ അവൻ ഈ ദുഷ്ടന്മാര് എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ, ഈ ലഹ്യോൻ ബാധിച്ചൊരു മനുഷ്യനെ കല്ലറയിൽ വന്ന ഭൂതഗ്രസ്തന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കും പറയുന്ന 6000 ലഹ്യോൻ അവന്റെ മേൽ വസിച്ചിരുന്നു എന്നല്ലേ തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ അവനെ പുറത്താക്കിയപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് 6000 ലഹ്യോനാണ് പുറത്തേക്ക് പോയി പന്നിക്കൂട്ടത്തിൽ കയറുകയും പന്നിക്കൂട്ടം കടന്തൂക്കായി കടലിലേക്ക് ചാടുകയും ചെയ്യുന്നത്. അപ്പോൾ ദുഷ്ടന്മാരുടെ എന്ന് പറയുമ്പോൾ ഒരു വലിയ ലഹ്യോന്യ സൈന്യത്തിന്റെ കൂടാരമാണ് ഈ വ്യക്തികൾ. അപ്പോൾ അങ്ങനെ ലഹ്യോന്യ സൈന്യം ഇവന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നതുകൊണ്ടാണ് ഇവൻ മറ്റുള്ളവനെ പറ്റി ദോഷം ചെയ്യുന്നതും, മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുന്നതും, മറ്റുള്ളവർക്ക് സ്വതന്ത്രം എതിരെ ഉപദ്രവം അഴിച്ചു വിടുന്നതും, സ്വതന്ത്രം മറ്റുള്ളവരെ പറ്റി തിന്മകൾ ഉണ്ടാക്കുന്നതും, സ്വതന്ത്രം ദോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ നിരൂപിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഒരുപാട് ദുരാത്മാവുകൾ, ഒരാത്മാവല്ല ഒരുപാട് ദുരാത്മാവുകൾ. അപ്പോൾ ദുഷ്ടന്മാരുടെ കൂടാരം എന്ന് വേണം അതിനെ പറയാം. അവൻ്റെ ഉള്ളിൽ അസൂയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിയ ജോർജ് സോരം പറഞ്ഞ പോലെ ഉള്ളത്തിൽ നിറഞ്ഞു കവിയുന്ന പകയും വിദ്വേഷവും കയ്പും വെറുപ്പും അസൂയയും ഒക്കെ ആണെങ്കിൽ അത് നിറഞ്ഞ് കവിഞ്ഞ് കഴിയുമ്പോഴാണ് അത് പുറത്തേക്ക് വന്ന് നാവ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ പറയുന്നത്? മറ്റുള്ളവർക്ക് ദോഷം പറയത്തുള്ളൂ, അവനെപ്പറ്റിയും ദോഷം പറയുക, അപമാനം പറയുക, അവനെ എങ്ങനെ മുടിച്ച് കളയാൻ നോക്കും, അവനെ ഇല്ലായ്മയാക്കി കളയാൻ നോക്കും. അത് അവനെ ചെയ്യിപ്പിക്കുന്നത് ഏതാ വ്യക്തി എന്ന് ചോദിച്ചാൽ പിശാചാണ്. നമ്മളത് നോക്കുമ്പോഴത്തേന് അയ്യോ അവരങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ശരിയാണ്, ആ പറയിപ്പിച്ചത് ചെയ്യിപ്പിച്ചത് ദുരാത്മാവാണ്. അപ്പോൾ ദുരാത്മാവിൻ്റെ വാസകേന്ദ്രമായി ആ വ്യക്തി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യാൻ കഴിയത്തില്ല. ഒരാളെ പറ്റി സ്വതന്ത്രം ഒരു ദോഷം നമുക്ക് നിരൂപിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളം നിറഞ്ഞു കവിയുന്ന കയ്പ്, വിദ്വേഷം, പക, വെറുപ്പൊക്കെ നിറയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അത് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ ചെയ്യിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദുരാത്മാവാണ്. അപ്പോൾ ദുരാത്മാവിൻ്റെ കൂടാരമായി നമ്മൾ മാറിയത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ദുരാത്മാവ് വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നന്മ പുറപ്പെടത്തില്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരു നല്ല വാക്ക് പറയത്തില്ല, അതായത് മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ തോന്നത്തില്ല, അല്ലെങ്കിൽ അവരെ പറ്റി ഒരു നല്ല വാക്ക്, അയ്യോ അവർ നല്ല മനുഷ്യരാണ്, നിഷ്കളങ്കര, അവർ അങ്ങനൊന്നും അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല, അവരുടെ നല്ല വശങ്ങളെ കാണാൻ കഴിയത്തില്ല. നിങ്ങളിൽ ദുരാത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലെ ദോഷം മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ദൈവാത്മാവ് വസിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലെ ദോഷമല്ല, അവരിൽ വീഴ്ചകളുണ്ടെങ്കിലും നിങ്ങൾ അവരിലെ നന്മയെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പറ്റി നല്ല വാക്ക് പറയുകയും ചെയ്യുവാനിടയായി തീരും. അപ്പോൾ ദുരാത്മാവ് നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് പകയുടെ, കയ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ഏഷണിയുടെ, പകയുടെ വാക്കുകൾ പുറപ്പെടുകയും മുടിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ അവർക്ക് വേണ്ടി സ്തോത്രം അഹോരാത്രം പ്രയത്നിക്കുന്ന പിശാചിൻ്റെ ആയുധങ്ങളായി അവർ മാറുകയാണ്. ഇവിടെ തിരുവചനം പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാവും. അപ്പം ഈ ദുഷ്ടന്മാർ, പിശാച് കൂടുകൂട്ടി ഈ വ്യക്തികളുടെ കൂടാരമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തകർന്നു പോകുമെന്നാണ് അർത്ഥം. ആ വ്യക്തിയുടെ ശരീരം, ആ വ്യക്തിയുടെ മൺകൂടാരം രോഗഗ്രസ്തമാകാം, രോഗം ബാധിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രം അത് മരണത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകാം, അപകടത്തിലേക്ക് പോകാം, ആത്മഹത്യയിലേക്ക് പോകാം, ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ പിടിക്കപ്പെടുന്ന ഒരു കൂടാരമായി തീരാം, ക്ഷയിക്കുന്ന, ദ്രവിക്കുന്ന കൂടാരമാകും. ആ കൂടാരം ഇല്ലാതെയായി പോകുമെന്ന് പറഞ്ഞാൽ നശിച്ചു, ഭൂമിയിൽ നിന്ന് നശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മൃത്യു അവനെ കവർന്നു എന്ന് ചുരുക്കം.
അതായത് ദുഷ്ടന്മാരുടെ കൂടാരമായി പ്രവർത്തിക്കുന്ന, ദുഷ്ടന്റെ നാവായി പ്രവർത്തിക്കുന്ന, ദുഷ്ടന് കയ്യിലെ ഉപകരണമായി തീരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ലഹ്യോൻ. ആ കല്ലറയിലെ ഭൂതഗ്രസ്തന്റെ മേൽ ലഹ്യോൻ വ്യാപരിച്ചപ്പോൾ എന്താ ചെയ്തത്? അവൻ കല്ലുകൊണ്ട് ഇടിച്ച് അവന്റെ ശരീരത്തെ ചതച്ചുകൊണ്ടിരുന്നെന്ന് പറയാം. കൂടാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പിശാചിന്റെ പ്രത്യേകത നമ്മളായിരിക്കുന്ന കൂടാരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സ്വതം ഇത് നമ്മളിൽ പക വരുമ്പോൾ ഉണ്ടല്ലോ, കയ്പ് വരുമ്പോൾ, വിദ്വേഷം വരുമ്പോൾ എന്താണ്? നമ്മൾ രോഗഗ്രസ്തമാകും. നമ്മുടെ ശരീരം, നമ്മുടെ ഹോർമോൺ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത് പകയല്ലേ. അത് വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷയിക്കുന്നു, പ്രഷറാകുന്നു, അതുപോലെ കൊളസ്ട്രോൾ, അബ്നോർമാലിറ്റി, ആ ഇന്റേണൽ ഓർഗൻസിന് കംപ്ലൈൻറ്റ്, കോശങ്ങൾക്ക് ഡാമേജ്, സ്വതം അതിൻ്റെ പരിണിത ഫലമായി നാം രോഗികളായി മാറുന്നു. ആർത്രൈറ്റീസ് ആകുന്നു, വാദമാകുന്നു, കോച്ചലാകുന്നു, പിടുത്തമാകുന്നു. ചിലർ ക്യാൻസർ രോഗികളാകുന്നു, ചിലർ മാറാരോഗികളായി മാറുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ഉള്ളം ദുഷ്ടന്റെ കൂട് കെട്ടിയ കാരണം നമ്മുടെ ഉള്ളിൽ പക നിറഞ്ഞു നിൽക്കുന്നു, ദേഷ്യം, അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതമായി നമ്മൾ സമൂഹത്തോട് മുഴുവൻ അത് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിനോട് മുഴുവൻ നമ്മൾ തീ തുപ്പിക്കൊണ്ടിരിക്കുന്നു. വിഷം ഒരു സർപ്പത്തെ പോലെ ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കൂടാരം ക്ഷയിച്ചു പോകുന്നു. അപ്പം നമ്മുടെ കൂടാരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ മന്ദിരവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കായിരിക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ള വാക്കുകളായിരിക്കണം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതും കൈത്താങ്ങ് കൊടുക്കുന്നു, പരസ്പരം സഹായിക്കുവാൻ കഴിയുന്നതായിരിക്കണം. എളിയവരോട് ആദരവ് തോന്നണം. ബദ്ധന്മാർക്ക് വിടുതലായി തീരണം. ഇല്ലാത്തവനെ കണ്ടാൽ അവന് കൊടുക്കാൻ സാധിക്കണം. ദരിദ്രനെ കണ്ടാൽ അവന് സഹായിക്കാൻ കഴിയണം. രണ്ടുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുത്തവനെ സഹായിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ കണ്ണുനീർ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയണം. സ്തോത്രം. ഒരാളുടെ വേദന കണ്ടാൽ ആ വേദനയോട് കൂടെ നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ നാവായി, ആശ്വാസമായി, സ്നേഹമായി നമുക്ക് തീരുവാൻ കഴിയുമ്പോഴാണ് ഈ മന്ദിരം അനുഗ്രഹമാകുന്നത്, ദൈവത്തിൻ്റെ വാസകേന്ദ്രമായി തീരുന്നത്. ഇല്ലെങ്കിൽ പക നിറഞ്ഞ ശത്രുവിൻ്റെ കൂടാരമായി തീരുമ്പോൾ ഇത് ക്ഷയിച്ചു പോകും, നശിച്ചു പോകും, ഇല്ലായ്മയായി പോകുമെന്ന് പറയുക. സ്വതം ഇല്ലായ്മയായി പോകും. ആ വ്യക്തി നശിച്ചു പോകും. സ്വതം അതാണ് സംഭവം. അപ്പോൾ ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം. സ്വതം നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. അവരുടെ ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയുമായി പോകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. തിരുവചനം അത് ഉറപ്പ് പറയാം. ഇയ്യോബിനോട് പറഞ്ഞ കാര്യമാണ്. നിന്റെ വായിൽ അന്നേരം എന്നാ ചെയ്യും? ചിരി തരും. നിന്റെ ആദരങ്ങളിൽ ഉല്ലാസഘോഷവും തരും. യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലൂടെ ഇയ്യോബ് കടന്നുപോയി. നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. സ്വതം തന്നെപ്പറ്റി എല്ലാ തിന്മയും കളവായി പറഞ്ഞു. തൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത്, തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ കയ്യിലിരിപ്പ് എന്തെങ്കിലും ഇല്ലാതെ ഇവന് ഈ ഗതി വരേണ്ട കാര്യമുണ്ടോ? ഇവൻ ഇത്രയും സമ്പത്ത് നല്ല നിലയിൽ നിന്നൊരു മനുഷ്യനല്ലേ, അപ്പോൾ ഇവൻ്റെ കയ്യിലിരിപ്പ് എന്തെങ്കിലും കാണും. അതായത് സ്വതം ആ ഇയ്യോബിനെ മനസ്സിലാക്കാതെ സ്വതം അവനെ നിന്ദിക്കുകയും പകയ്ക്കുകയും ചെയ്ത ആ വ്യക്തികളുടെ മുൻപിൽ അവൻ്റെ വായിൽ ചിരിയെ നൽകിക്കൊണ്ട്, അവൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷം നൽകിക്കൊണ്ട് അവൻ വിളിച്ചപേക്ഷിച്ച ദൈവം അവനെ അനുഗ്രഹിച്ച് അവനെ ഉയർത്തിയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഉല്ലാസഘോഷം തരും. നിങ്ങളുടെ നാവിൽ ഉല്ലാസഘോഷം തരും. നിങ്ങളുടെ വായിൽ ചിരി കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനിടയായി തീരും. ആ സമയം എവിടെ? ദുഷ്ടൻ ലജ്ജ ധരിക്കുകയും, സ്തോത്രം, അതെ തിരുവചനം പറയുന്നു, പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കുകയും ദുഷ്ടന്റെ കൂടാരം ഇല്ലാതെയായി പോവുകയും, ചിലർ വീണു പോകുവാൻ, ചിലർ രോഗികളായി കിടപ്പാകുവാൻ, ചിലർ മരണം നിമിത്തം ദേഹി വിട്ട് പോകുവാൻ, സ്തോത്രം, നീക്കപ്പെട്ടു പോകുവാൻ ഒക്കെ ഇടയായിത്തീരും. അത് നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, നിങ്ങളുടെ വായിൽ ചിരി ഉണ്ടാകും. സ്തോത്രം. നിങ്ങളുടെ ആദരങ്ങളിൽ ഉല്ലാസഘോഷവും ഉണ്ടാവും. അത് മറന്നു പോകരുത്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വരാൻ പോകുന്ന 15 ദിവസങ്ങൾ ഈ ജൂലൈ മാസത്തിന്റെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വായിൽ നിറയെ ചിരിക്കുവാൻ, ആദരങ്ങളിൽ ഉല്ലാസഘോഷമായി തീരുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ നീതി പ്രഭാതം പോലെ വെളിപ്പെട്ടു വരും. നമുക്ക് ചിലപ്പോൾ സ്വതന്ത്രം, നിങ്ങൾക്ക് സ്വതന്ത്രം, യോബിന് ഞാൻ നീതിമാനാണ്, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ ഭക്തനായ ഒരു മനുഷ്യനാണ് എന്നൊന്നും ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തൻ്റെ ചുറ്റും നിൽക്കുന്നവർ പകയ്ക്കുകയല്ലേ. അപ്പോൾ അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ നീതിമാനും നിഷ്കളങ്കനുമാണ്. പക്ഷെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ യോബിനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്, തന്നെ അറിയുന്ന ദൈവത്തിനറിയാൻ താൻ നീതിമാനും നിഷ്കളങ്കനുമാണ്. ഊസ് ദേശത്ത് യോബ് എന്നൊരു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു എന്ന് തിരുവചനം വ്യക്തമായി പറയുകയാണ്. സ്വതം. പക്ഷെ അവൻ്റെ കൂട്ടുകാർ അവനെപ്പറ്റി പറഞ്ഞില്ല. ഒരു വീഴ്ച വന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ്. സ്വതം. നമ്മളീ പലരും അങ്ങനെയല്ലേ അല്ലേ? നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹമായിരിക്കും, നിങ്ങൾ ഒരുപാട് പേർക്ക് ആശ്വാസമായിരിക്കും. പക്ഷെ നിങ്ങൾ ലോകത്തിന് മുൻപിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ഉറ്റവരോ ഉടയവരോ ആരും നിങ്ങളുടെ സ്നേഹിതർ പോലും ഉണ്ടാകത്തില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല നിലയിൽ ബിസിനസ് റൺ ചെയ്ത് ഒരുപാട് പേർക്ക് ഞാൻ അനുഗ്രഹമായിരുന്നു. ഒരുപാട് പേരെ എനിക്ക് സഹായിക്കുവാനും കൈത്താങ്ങ് കൊടുക്കുവാനും സഭയ്ക്കും ഒക്കെ ഒരു അനുഗ്രഹമായിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്ന് ഞാൻ പാമ്പായി പരാജയപ്പെട്ടപ്പോൾ എൻ്റെ
ചേർന്ന് നിന്ന പലരും എന്നെ വിട്ടകന്നു പോയി. അവരെല്ലാം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച കാണും, അല്ലാതെ ഇത്രയും വലിയൊരു തകർച്ച നേരിടുമോ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ തകർച്ചകൾ എനിക്ക് അനുഗ്രഹമായി തീർന്നു, എനിക്ക് നന്മയ്ക്ക് കാരണമായി തീർന്നു. എനിക്ക് വന്ന ഉപദ്രവങ്ങൾ, എൻ്റെ ജീവിതത്തിലേറ്റ എല്ലാ പരാജയങ്ങളും നിന്ദകളും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്, ദൈവം നാം നേരിടുന്ന പരിശോധനകളിൽ, നാം അനുഭവിക്കുന്ന കഷ്ടതകളിൽ, അപമാനങ്ങളിൽ, നിന്ദകളിൽ, വേദനകളിൽ ദൈവം നമുക്കത് അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകം നിങ്ങളുടെ പുറമേ നോക്കിയാണ്. നിങ്ങൾ ചിലപ്പോൾ മൗനമായിരിക്കുമ്പോൾ അവൻ കുറ്റവാളിയാണ് നീന്തിക്കും. നിങ്ങൾ ചിലപ്പോൾ ശാന്തമായിരിക്കുമ്പോൾ, നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ന്യായത്തെ നിങ്ങൾ പറയാതിരിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ലോകം ചിന്തിച്ചേക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം, നിന്നെ അറിയുന്ന ദൈവം, നിന്റെ നീതിയെ പ്രഭാതം പോലെ തെളിയിക്കുമെന്ന് തിരുവചനം പറയുന്നത്. സ്വന്തം ക്രൂരന്മാരുടെ, ദുഷ്ടന്മാരുടെ അലർച്ചകൾ വലുതായിരിക്കാം, പക്ഷെങ്കിൽ സ്തോത്രം തിരുവചനം പറയുന്നു, നിന്റെ നീതി പ്രഭാതം പോലെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. അന്ന് നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കുകയും, സ്തോത്രം, അവരുടെ കൂടാരം ഇല്ലാതെ, ദുഷ്ടന്റെ കൂടാരം ഇല്ലാതെയായി പോവുകയും ചെയ്യും. നിന്റെ വായിൽ ചിരി ഉണ്ടാകും, നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും ഉണ്ടാകും. ഈ വാഗ്ദത്തം നമ്മൾ ഈ മാസത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതാ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും പിന്നത്തേതിൽ നിങ്ങൾ ആനന്ദിക്കുവാനിടയായിത്തീരും. ഇപ്പോൾ നിങ്ങൾ ഞെരുക്കത്തിലൂടെയാണെങ്കിലും പിന്നത്തേതിൽ നിങ്ങൾ വിശാലത പ്രാപിക്കുവാനിടയും. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കടഭാരത്തിന് നിങ്ങളെ മുക്കിക്കളയാൻ കഴിയത്തില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ രോഗം, ബന്ധനം, ആ രോഗാവസ്ഥകൾ, വേദനകൾക്ക് അതിന് നിങ്ങളെ മുക്കിക്കളയാൻ കഴിയത്തില്ല. നിങ്ങൾ അതിന് മേതെ പറന്നുയരുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ, ഈ വാഗ്ദത്തത്തിൽ ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ പറഞ്ഞ വാഗ്ദത്തവും ഇപ്രകാരമാണ്. സ്വതന്ത്രം, ഞാൻ ദൈവത്തിലേക്ക്, സ്വതന്ത്രം, എൻ്റെ യഹോവയിലേക്ക് ഞാൻ നോക്കുമായിരുന്നു. സ്വതന്ത്രം, എൻ്റെ കാര്യം ഞാൻ അവങ്കൽ ഭരമേൽപ്പിച്ചിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യും. സ്വതന്ത്രം എന്ന് വിശ്വസിച്ചു. അത് പലരുടെയും ജീവിതത്തിൽ അനുഭവിക്കാനിടയെത്തുന്നു. അതേ കർത്താവ് നമ്മളോട് പറയാം, എൻ്റെ വായിൽ ചിരിയും അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ആ നിറയ്ക്കുന്ന സമയത്ത് സ്വതം നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കുകയും ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയായി തീരുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഒന്നിനെ പറ്റിയും വിചാരപ്പെടാതെ, ഭാരപ്പെടാതെ, നിങ്ങൾ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ള നല്ല ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. സ്വതം തിരുവചനം പറയാം, ദുഷ്ടൻ പല്ലിറുമി നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൻ്റെ ആശ നിന്റെ മേൽ നടക്കുകയില്ലെന്ന് പറഞ്ഞ്, നിന്റെ നീതി പ്രഭാതം പോലെ തെളിഞ്ഞു വരുവാൻ ഇടയായി തീരുമെന്ന് പറയുന്നത്. സ്വതം നമ്മൾ പലപ്പോഴും എങ്ങനെയാണ്, നമ്മൾ കോടതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കുകയാണ്, നമ്മുടെ ന്യായം നമ്മളവിടെ വാദിക്കുകയാണ്. ചിലപ്പോൾ സാധാരണ നമ്മുടെ കോടതികളിൽ ചിലപ്പോൾ നമുക്കൊരു നീതി ലഭിച്ചെന്ന് ചിലപ്പോൾ ഇരിക്കത്തില്ല. കാരണം അവിടുത്തെ വാദിക്കുന്ന വക്കീലിൻ്റെ കഴിവും പ്രാഗൽഭ്യം പോലെയൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ പ്രഗത്ഭനായ ഒരു വക്കീൽ വാദിച്ചു വരുമ്പോൾ ചിലപ്പോൾ സ്വതന്ത്രം വാദി പ്രതിയാകുകയും പ്രതി വാദിയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേങ്കിൽ സ്വതന്ത്രം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോടതിക്ക് തെറ്റില്ല. അവിടുന്ന് ഭൂമിയിൽ നിന്ന് അനീതി ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ നീതി മുളയ്ക്കും. സ്വതന്ത്രം അതിന് പിന്നിൽ സ്വതന്ത്രം അനീതിക്ക് കാരണമായി തീർന്ന കരങ്ങളെ നാമാവിശേഷമാക്കി കളയുവാനിടയായിത്തീരും. ദൈവം നിന്റെ സ്വതന്ത്രം, നിന്റെ നീതിയെ പ്രഭാതം പോലെ തെളിയിക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പ്രഭാതം ഞാൻ ഉറപ്പുവരാം, വായിൽ ചിരിയെ നൽകുന്നൊരു ദൈവമുണ്ട് നിനക്ക്. സ്വതന്ത്രം അതിരങ്ങളിൽ ഉല്ലാസഘോഷം തരുന്നൊരു ദൈവം നിനക്കുണ്ട്. ഒന്നിനെ പറ്റിയും നീ ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട. സ്തോത്രത്തോടെ നിന്റെ വിവരങ്ങൾ കർത്താവിനെ അറിയിക്കാനാണ് പറഞ്ഞത്. നമുക്ക് സ്തോത്രത്തോടെ ഈ പ്രഭാതം അറിയിക്കാം. ഈ വരുന്ന 15 ദിവസങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും. വായിൽ ചിരിക്കുവാനും അതിരങ്ങളിൽ ഉല്ലാസഘോഷവും കൊണ്ട് നിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടുവാനിടയായിത്തീരും. കർത്താവ് നാമേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മുഴുവൻ മഹത്വവും കരയറ്റുകയാണ്. സ്തോത്രം. കർത്താവ് അത്ഭുതകരമായി നമ്മെ നടത്തട്ടെ. സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളുടെ ജോലി മേഖലയിലേക്ക് പോകുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കൂ. എനിക്ക് ചിരിക്കുവാൻ എൻ്റെ വായിൽ ദൈവം അവസരം തരും. എൻ്റെ ഏതരങ്ങളിൽ ഉല്ലാസഘോഷം തരും. ഉറപ്പോടെ പോയിക്കും. നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങളത് പറഞ്ഞു, ആ വാഗ്ദത്തം. നിങ്ങളുടെ പങ്കാളിയെ ഓർത്ത് ആ വാഗ്ദത്തം പറഞ്ഞു. സ്വന്തം നിങ്ങളുടെ ജോലിയെ ഓർത്ത് ആ വാഗ്ദത്തം പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാമ്പത്തിക വിഷയത്തെ നോക്കി പറഞ്ഞു. നിങ്ങളുടെ രോഗാവസ്ഥയെ നോക്കി പറഞ്ഞു. നിങ്ങൾ ഏത് സാഹചര്യം ആ അവസ്ഥയെ നോക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാനൊരു വാക്ക് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഇന്ന് രോഗത്താലോ സാമ്പത്തിക വിഷയങ്ങളിലോ ഒക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വതന്ത്രം, നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യവുമില്ല. നിങ്ങളുടെ വായിൽ ചിരി തരും, നിങ്ങളുടെ അതരങ്ങളിൽ ഉല്ലാസഘോഷവും തരും. എന്ന് പറഞ്ഞാൽ സാക്ഷ്യഘോഷമാണ്. ഉല്ലാസഘോഷം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന സാക്ഷ്യങ്ങൾ പറയുവാനിടയായി തീരും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷകമായ യേശുവിൻ്റെ നാമത്തിൽ ദിവസത്തിലേക്ക് വരികയാണ്. ഇന്ന് ഈ പ്രഭാതം കർത്താവ്, ഈ 15-ാം തീയതി ജൂലൈ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കർത്താവ് വാഗ്ദത്തത്തെ ഏറ്റുപറയണം. വായിൽ ചിരി മധുരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് തിരികുകയാണ്. പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കുകയും കർത്താവെ ദുഷ്ടന്മാർ കൂടാരമില്ലാതെയായി തിരികുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ, സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. സകല
മഹത്വം അങ്ങേക്കെതിരെയാണ്. രോഗബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ കർത്താവെ. കുടുംബ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ കർത്താവെ. തലമുറകളുടെ മേലുള്ള വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കട്ടെ കർത്താവെ. സാമ്പത്തികമായ ക്ലേശങ്ങൾ നീങ്ങിപ്പോട്ടെ. കൃപയുടെ കരങ്ങളിൽ നൽകുകയാണ്. ജയോത്സവമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ചാനൽ 1 ഓരോ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഓൺലൈനിൽ ആദ്യമായി കാണുന്നവരെയും കർത്താവെ സ്വതം അനുഗ്രഹിക്കുകയാണ്. ഭാരമേറിയ വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വരാൻ പറഞ്ഞ നല്ല ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഭാരങ്ങളെ തരിക. പാപത്തിൻ്റെ ഭാരവും ജീവിത ഭാരവും തരിക. സ്വർഗം അതിനെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളെ തരികയാണ്. കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടട്ടെ. കോടതി സംബന്ധമായ കേസുകൾ നിർവീര്യമായി പോകട്ടെ കർത്താവെ. സ്വതം കുടുംബ തർക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ മാറട്ടെ കർത്താവെ. തെറ്റിദ്ധാരണകൾ മാറട്ടെ. കുടുംബങ്ങൾ ഒന്നായി ചേരട്ടെ കർത്താവെ. സ്വതം തലമുറകളുടെ പഠനം അനുഗ്രഹമാകട്ടെ. ഭാവി ജോലി അനുഗ്രഹമാകട്ടെ. കഷ്ടതകൾ മാറട്ടെ. നിന്ദകൾ മാറട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വിടുതലായി തീരട്ടെ കർത്താവെ. സ്തോത്രം. ചില നാവുകൾ നിയന്ത്രിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശത്രുവിൻ്റെ തീ നാവായി നിൽക്കുന്ന എല്ലാ നാവുകളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചകറ്റുന്നു കർത്താവെ. നന്മയ്ക്ക് വിരോധമായി പോരാടുന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചകറ്റുന്നു. കൃപയുടെ കരങ്ങളിൽ തരിക കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നവർ, പോയവർ, നിലനിൽക്കുന്നവർ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയിൽ കടന്നു വന്നവരെ എല്ലാം ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ നടത്തിയ പ്രിയ അപ്പോസ്തലന്മാരെ ഓർക്കുന്നു, അവരെയും അനുഗ്രഹിക്കുന്നു. ഉള്ളംകരങ്ങളിൽ തരുന്നു. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നിനെ പറ്റിയും വിചാരപ്പെടേണ്ട കേട്ടോ. കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നാളെ നമുക്ക് ബാംഗ്ലൂർ സ്നാനമുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഓർക്കണം. 2-3 ദിവസം അവിടെ ബാംഗ്ലൂർ ഉണ്ടാവും. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ബാംഗ്ലൂരുള്ളവർ സ്തോത്രം, നമ്മൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കാണുവാനും കർത്താവ് അവസരം തരും. ഇല്ല, ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഒരു വലിയ സന്തോഷം. അവിടെ വന്ന് വരുമ്പോൾ നിങ്ങൾ ജോലി തിരക്കൊക്കെ ആയിരിക്കുമല്ലോ പകൽ. സഹായങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ഉള്ളപ്പോൾ ഒന്ന് വിളിക്കുകയോ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം. ഇല്ലെങ്കിൽ സ്വതന്ത്രം, ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ തിരക്കുകൾ എനിക്കറിയാം. സ്വതന്ത്രം. എങ്കിലും അവിടെ നടക്കുന്ന സ്നാന ശുശ്രൂഷയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത അതിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡൽഹിയിൽ സ്നാനമുണ്ട്. അതോർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഓരോ ആത്മാവിൻ്റെയും വില സ്വർഗരാജ്യത്ത് മുഴുവൻ ലോകത്തേക്കാലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നാം ഓരോരുത്തരും കർത്താവിൻ്റെ നാവായി നിൽപ്പാൻ, യേശുവിനെ ഉയർത്തുന്നവരായി നിൽപ്പാൻ നിങ്ങൾ ഉത്സാഹിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ആ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷയും വിടുതലും ആശ്വാസവും നിത്യതയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ആ ക്രിസ്തുവിനായി ജീവിപ്പാൻ, ക്രിസ്തുവിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.